തൻ്റെ സ്വപ്നങ്ങളെയും ശരീരത്തെയും മാരകമായ രോഗം തളർത്തുമ്പോഴും പുഞ്ചിരിയോടെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച ഒരു യുവ സെമിനാരി വിദ്യാർത്ഥി കൂടി വിടവാങ്ങി. ബ്രസീലിലെ സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന 26 വയസ്സുകാരൻ ഈഗോർ പവൻറ്റെറസ് ആണ് വൃക്കയിലെ ക്യാൻസർ ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ വേർപാടിനേക്കാൾ ഉപരിയായി മരണക്കിടക്കയിൽ നിന്ന് അദ്ദേഹം നൽകിയ അതിശക്തമായ ആത്മീയ സാക്ഷ്യമാണ് ഇന്ന് ലോകത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്നത്. പൗരോഹിത്യം സ്വീകരിച്ച് ജനങ്ങളെ സേവിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ സെമിനാരിയിൽ പഠനം തുടരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചത്. അസുഖം ഭക്തിയെ തളർത്താൻ അദ്ദേഹം അനുവദിച്ചില്ല. തന്റെ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ പൗരോഹിത്യം സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ ഈഗോർ പവൻ എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പലരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ രോഗം നൽകിയതെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഈ രോഗം എനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ക്രിസ്തുവിന്റെ കുരിശിലെ പീഡാനുഭവങ്ങളിൽ നേരിട്ട് പങ്കുചേരുവാൻ എനിക്ക് ലഭിച്ച അപൂർവമായ അവസരമാണിത്. എൻ്റെ പൗരോഹിത്യം ഞാൻ ഈ ആശുപത്രി കിടക്കയിൽ നിന്ന് അനുഷ്ഠിക്കുകയായിരുന്നു. തൻ്റെ രോഗക്കിടക്കയെ ഒരു അൾത്താരയായും സ്വന്തം ശാരീരിക വേദനകളെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അർപ്പിക്കുന്ന ബലിയായും അദ്ദേഹം കണ്ടു. മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം കുറിച്ചു: ദൈവം എനിക്ക് നൽകിയ എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പൗരോഹിത്യം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, എന്നാൽ ഈ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ രോഗത്തിലൂടെ ഞാൻ വലിയൊരു ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു. മരണം എനിക്ക് അന്ത്യമല്ല, മറിച്ച് എന്നെ സ്നേഹിക്കുന്ന പിതാവിലേക്കുള്ള മടക്കയാത്രയാണ്. നിങ്ങൾ എന്നെ പ്രതി ദുഃഖിക്കരുത്, പകരം എന്നിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ ഓർത്ത് അവനെ സ്തുതിക്കണം. കഠിനമായ വേദനകൾ അനുഭവിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. സഹരോഗികൾക്കും നേഴ്സുമാർക്കും അദ്ദേഹം വലിയൊരു ആശ്വാസമായിരുന്നു. തൻ്റെ പരിമിതികളെ വിശ്വാസം കൊണ്ട് മറികടക്കാമെന്ന് തെളിയിച്ച അദ്ദേഹം ആധുനിക കാലഘട്ടത്തിലെ വിശുദ്ധിയുടെ മികച്ച മാതൃകയാണെന്ന് മെക്സിക്കോയിലെ സഭാ നേതൃത്വം അനുസ്മരിച്ചു. ഒരു പുരോഹിതനായ അഭിഷിക്തനാകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും സ്വന്തം ജീവിതം തന്നെ ഒരു വലിയ പ്രസംഗമാക്കി മാറ്റി ലോകത്തോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.